ഹലോ ഫ്രണ്ട്സ്, ഇപ്പം ഞാൻ ദാ കൊച്ചിയിലാണ്. ഒരുവിധം എല്ലാവർക്കും അറിയാൻ തോന്നുന്നു, എൻ്റെ ഷോർട്സ് കാണുന്നവർക്കറിയാം. ഞാൻ ഇപ്പോൾ ചേച്ചിയുടെ അടുത്താട്ടോ. അപ്പോൾ ഞങ്ങൾ ഇന്നൊന്നും ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. വീട്ടിൽ തന്നെ ഇരിക്കുകയല്ലേ, വെറുതെ ഒന്ന് പുറത്തിറങ്ങാച്ച്. അപ്പം ഞങ്ങൾ പോയത് സ്റ്റുഡിയോയിലാട്ടോ. ഞങ്ങൾ പ്ലാൻ ചെയ്തത് മെട്രോ ബസ്സിന് പോകണമെന്നൊക്കെയാണ്. പക്ഷേ ഞാനായതുകൊണ്ട് കറക്റ്റ് സമയത്ത് ഇറങ്ങാത്തത് കൊണ്ടും ബസ് കിട്ടിയില്ല. പിന്നെ ഓട്ടോ വിളിച്ചാണ് എത്തിയത്. അങ്ങനെ ഞങ്ങൾ നേരെ സ്റ്റുഡിയോയിലെത്തി. അത്യാവശ്യം നല്ല കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതിനകത്ത് ഞങ്ങൾ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇത് ഞാൻ ഒന്ന് വാങ്ങിച്ചിട്ടോ, ഇതെടുത്തു. പിന്നെ നേരെ പതേ ചപ്പലിൻ്റെ സെക്ഷനിലേക്കാണ് എനിക്കൊന്ന് വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ചപ്പൽ നോക്കി. പിന്നെ കുഞ്ഞാപ്പി അവർക്ക് വേണ്ടതൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അതിന് കുറേ ടീഷർട്ടിൻ്റെ സെക്ഷൻ ഉണ്ടായിരുന്നു. ജസ്റ്റ് വെറുതെ വീട്ടിൽ നിന്നൊക്കെ ഡാല വെച്ച് നോക്കിയതായിരുന്നു. ബട്ട് അത്ര വലിയതായിട്ട് തോന്നിയില്ല. ഞാൻ അവിടെ തന്നെ വെച്ചു. പിന്നെ ഞങ്ങൾ നേരെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വിട്ടു. കാരണം കിഡ്സിൻ്റേതൊക്കെ അവിടെയാണെന്ന് പറഞ്ഞു. അങ്ങനെ നേരെ മേലെ അവിടെ കയറി അത്യാവശ്യം നോക്കിയപ്പോൾ കിഡ്സിൻ്റെ എനിക്ക് തോന്നുന്നു ബേബി ഗേളിന് അത്യാവശ്യം അങ്ങനെ സെലക്ഷൻസ് ഇല്ല. പക്ഷേങ്കിൽ ബോയ്സിന് അത്യാവശ്യം നല്ല നല്ല സാധനങ്ങളുണ്ട് കേട്ടോ. ഷർട്ടും ടീഷർട്ടും ഒക്കെ ആയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഗേൾസിൻ്റേതാണ് ഇല്ലാത്തത്. അങ്ങനെ അതൊക്കെ നോക്കി. പക്ഷേ കുഞ്ഞാപ്പിക്ക് അതിനകത്തുനിന്ന് ഒരു ഡ്രസ്സ് മേടിച്ചു. പിന്നെ ഞങ്ങൾ നേരെ ഉണ്ണിക്കും മേടിച്ചു കേട്ടോ. അത് കഴിഞ്ഞാൽ ഞാൻ സെലക്ട് ചെയ്ത ഡ്രസ്സൊക്കെ ഒന്ന് ട്രയൽ ചെയ്യാൻ വേണ്ടി കയറി. ഫസ്റ്റ് വൺ ഇതായിരുന്നു കേട്ടോ. നല്ല ഒരു വൈറ്റ് കളർ ആയിരുന്നു. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു. ബട്ട് വൈറ്റ് ആയതുകൊണ്ട് ചേച്ചി ചടപ്പിച്ചു. പിന്നെ നെക്സ്റ്റ് ഇതാണ് എടുത്തത്. ഇതും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം ഒന്ന് ഇട്ടപ്പോൾ ഒരു ബ്രൈറ്റ്നെസ് നോക്കി ഫേസിലേക്കൊക്കെ, അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ആ വൈറ്റും ഇഷ്ടപ്പെട്ടു. ബട്ട് ഇതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഈ ഒരു ഷർട്ടും കൂടി നോക്കി കേട്ടോ. ഇതും കുഴപ്പമില്ല. അങ്ങനെ അതിൽ ഞാൻ ഒന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നേരെ പോയത് ഞാൻ ഒന്ന് ലിപ്സ്റ്റിക്കിൻ്റെ സെക്ഷന്, ലിപ്സ്റ്റിക്ക്, നെയിൽ പോളിഷ്, പിന്നൊന്ന് ലിപ് ലൈനർ, ഇതൊന്നും നോക്കി കേട്ടോ. പക്ഷേ വാങ്ങിച്ചിട്ടില്ല. ഷെയ്ഡൊന്നും എനിക്ക് അത്ര വലിയ ഇഷ്ടമായിട്ടില്ല, അതുകൊണ്ട് വാങ്ങിച്ചിട്ടില്ല. പിന്നെ നോക്കുന്ന നേരം അവിടെ കുറേ സ്റ്റിക്ക് ഓൺ നെയിൽസ് ഉണ്ടായിരുന്നു കേട്ടോ. അടിപൊളി കാണാൻ എന്ത് രസമറിയോ. എന്തെങ്കിലും നല്ല കല്യാണം, എന്തെങ്കിലും നല്ല നല്ല പാർട്ടികളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് യൂസ് ചെയ്യുക. അല്ലാണ്ട് ഇപ്പോൾ വെറുതെ വീട്ടിലിരിക്കുമ്പോൾ ആവശ്യമില്ലല്ലോ കരുതി വാങ്ങിയില്ല. പിന്നെ ഇതൊക്കെ ഞാൻ ബില്ല് ചെയ്തു. നേരെ ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി കേട്ടോ. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ചൂടും വെയിലും എന്താ അറിയോ. അങ്ങനെ ഞങ്ങൾ നേരെ ബസ് കയറി നെക്സ്റ്റ് സ്ഥലത്തേക്ക് വിട്ടു. ഞങ്ങളൊന്ന് ഫുഡ് കഴിക്കാൻ വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നത് ഒരു സമൃദ്ധി എന്ന് പറഞ്ഞൊരു ഹോട്ടലിലാട്ടോ. അത്യാവശ്യം നല്ല ഫേമസ് ആണെന്നാണ് ചേച്ചി പറഞ്ഞത്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇന്ന് വരുന്നത്. അങ്ങനെ ഞങ്ങൾ കയറി ഒരു രണ്ട് വെജ് മീൽസ് ഓർഡർ ചെയ്തിട്ടോ. അത്യാവശ്യം റേറ്റ് നല്ല കുറവാണ്. 2 പേർക്കും കൂടി 80 രൂപ എങ്ങാനായിട്ടുള്ളൂ കേട്ടോ. നല്ല ഫുഡായിരുന്നു. അതിൻ്റെ കൂടെ മോരും രസവും വേറെ അതും കിട്ടും കേട്ടോ. അതൊക്കെ കഴിച്ചു. അത്യാവശ്യം നല്ല എരിവുണ്ടായിരുന്നു. അത് കഴിച്ച് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോവാണ്. ജസ്റ്റ് ഒരു 10 മിനിറ്റ് എന്തോ ഉള്ളൂ ചേച്ചീന് വീട്ടിലേക്ക് ഇവിടുന്ന്. അങ്ങനെ ഞങ്ങൾ ഓട്ടോ വിളിച്ചിട്ടാണ് നേരെ വീട്ടിലോട്ട് വിട്ടത്. കാരണം അന്നേരം ബസ്സൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ വീട്ടിലെത്തി ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കി. അപ്പോൾ ഓക്കെ, ബൈ.